നമസ്കാരം. ഏപ്രിൽ 2 സമാഗതമായിരിക്കുന്നു. അതായിരുന്നല്ലോ ഡെഡ് ലൈൻ. ഡൊണാൾഡ് ട്രംപ് ലോകത്തിന് മുമ്പിൽ ഉയർത്തുന്ന ഒരു വെല്ലുവിളി. ഏപ്രിൽ 2, 2025 വരട്ടെ, അന്ന് ഞാൻ ഒരു രാജ്യത്തെയും വെറുതെ വിടില്ല. കർശനമായ ടാരിഫ് ഉണ്ടാകും. ഒരു രാജ്യത്തിന് പോലും എക്സെപ്ഷൻ ഉണ്ടാവില്ല. ഇതൊരു വലിയൊരു പ്രഹേളികയായിരുന്നു. ഇതിനു മുൻപ് തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിപത്തിനെ നേരിടുന്നത്, അതേക്കുറിച്ചുള്ള കൂലങ്കഷമായ ആലോചനകളായിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് പല രാജ്യങ്ങളും വ്യത്യസ്തമായ മാർഗം ഉപയോഗിച്ച് ഡെമോക്രസിൻ്റെ വാള് പോലെ തങ്ങളുടെ മുന്നിൽ തൂങ്ങി നിൽക്കുന്ന ആ വിപത്തിനെ നേരിടുന്നതിനെക്കുറിച്ച് ആലോചനകളിലായിരുന്നു കഴിഞ്ഞ 1-2 മാസം. 2 പ്രാവശ്യം ട്രംപ് തൻ്റെ ഒരു ഭീഷണി നീട്ടിവെച്ചു. ആദ്യം ഫെബ്രുവരി 1 എന്ന് പറഞ്ഞു, പിന്നീട് മാർച്ച് 2 എന്ന് പറയുന്നു, പിന്നീട് ഇപ്പോൾ ഏപ്രിൽ 2 1 വിഡ്ഢിദിനമായതുകൊണ്ട് 2 തീരുവകൾ നിലവിൽ വന്നിരിക്കും എന്നാണ് പറയുന്നത്. ആദ്യം ചിന്തിച്ചിരുന്നത് അമേരിക്ക തന്നെ പറയുന്ന ഒരു ഡർട്ടി 15 ഉണ്ട്. അതായത് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ലാഭകരമായി അവിടെ വിറ്റഴിക്കപ്പെടുന്നു. അതായത് അമേരിക്ക ചെറിയ ഇറക്കുമതി ചുങ്കമേ ചുമത്തുന്നുള്ളൂ. പക്ഷേ അമേരിക്ക ഈ 15 രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ കഠിനമായ തീരുവകൾ ഏർപ്പെടുത്തുന്നു. അതിലൊരു രാജ്യം ഇന്ത്യയാണ് കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള രാജ്യങ്ങളെ തെരഞ്ഞുപിടിച്ച് മാത്രമേ ടാരിഫ് ചുമത്തൂ എന്നായിരുന്നു ആദ്യത്തെ നിഗമനം. പക്ഷേ ഇപ്പോൾ ഏറ്റവും അവസാനം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. ലോകത്തുള്ള 196 രാജ്യങ്ങൾ, അതിൽ നിന്ന് അമേരിക്ക എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടാരിഫ് എല്ലാം എല്ലാ രാജ്യങ്ങൾക്കും ബാധകമായിരിക്കും. ഇനി അറിയാനുള്ളത്, എല്ലാ രാജ്യങ്ങൾക്കും ഒരുപോലെ ബാധകമായിരിക്കുമോ, അതോ സെക്ടർ വൈസ് ബാധകമായിരിക്കുമോ, അതോ ബ്ലാങ്കറ്റ് അനുസരിച്ച് എല്ലാം ബാധകമാകുമോ, ഏതെങ്കിലും ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ കൺസെഷൻസ് ഉണ്ടാകുമോ, ഇതൊക്കെ തന്നെയാണ് അറിയേണ്ടത്. പക്ഷേ ഏപ്രിൽ 2 സമാഗതമായിരിക്കുന്ന സ്ഥിതിക്ക് അതേക്കുറിച്ച്, അതിൻ്റെ വരും വരാഴികളെക്കുറിച്ചും ലോകത്തിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ തയ്യാറെടുപ്പുകളെക്കുറിച്ചും ഒരു വിവരണം. ഇത് മാത്രമാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. നമുക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സ്വർണ്ണഖനിയാണ് അമേരിക്ക വ്യാപാരം. നമുക്ക് ഏതാണ്ട് $45 ബില്യൺ ട്രേഡ് സർപ്ലസ് ഉണ്ട്, വ്യാപാര മിച്ചമുണ്ട്. അപ്പം നമുക്ക് വലിയ തോതിൽ വിദേശ നാണ്യം നേടിത്തരുന്ന വ്യാപാരമാണ് അമേരിക്കയിലേക്കുള്ളത്. അതായത് അമേരിക്കയിലേക്ക് ഇന്ത്യയുടെ യന്ത്ര ഘടകങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ, ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ്, അതുപോലെ തന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ടെക്സ്റ്റൈൽ അല്ലേ, മാനുഫാക്ചേർഡ് ഗുഡ്സ്, ഒരുപാട് കാര്യങ്ങളാണ് അമേരിക്കയിലെ കയറ്റി അയക്കുന്നത്. ശരാശരി അമേരിക്കയിൽ ഈ വസ്തുക്കൾ, ഈ ഉൽപ്പന്നങ്ങൾ എത്തുമ്പോൾ ശരാശരി, ചില ഐറ്റംസിന് വ്യത്യാസമുണ്ട്, ശരാശരി 2.2% മാത്രമാണ് അവിടെ ഇറക്കുമതി തീരുവയായിട്ട് ഇപ്പോൾ ചുമത്തുന്നത്. നിലവിൽ ഇനിയും കർശനമായ ടാരിഫുകൾ നിലവിൽ വരുന്നതിന് മുൻപുള്ള കാലത്ത്. എന്നാൽ തിരിച്ചു നോക്കൂ, അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഇറക്കുമതി കുറവാണ്. ഇന്ത്യ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നതാണ് കൂടുതൽ. $129 ബില്യൺ ഉഭയകക്ഷി വ്യാപാരമാണ് എല്ലാ വർഷവും ഉള്ളത്. അതിൽ സിംഹഭാഗവും ഇന്ത്യയുടെ കയറ്റുമതി അങ്ങോട്ടാണ്. ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന കാര്യങ്ങൾ വൈനുണ്ട്, ചില മോട്ടോർ ബൈക്കുകളുണ്ട്, മറ്റ് ചില ഉൽപ്പന്നങ്ങളുണ്ട്. ഇതിനെല്ലാം ഇന്ത്യ ചുമത്തുന്ന തീരുവ വളരെ കൂടുതലാണ്. ശരാശരി 12.5% തീരുവയാണ് ഭാരതം ചുമത്തുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു 10%-ലധികം തീരുവ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ട്രംപ് പറയുന്നത്, നിങ്ങൾ ചില കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ബൈക്കുകളുടെ ഇറക്കുമതിക്ക് 150%, ഹാർലി ഡേവിഡ്സൺ ബൈക്ക്, യുവാക്കളുടെ ഹരമായ അല്ല എൻജിൻ കപ്പാസിറ്റിയുള്ള അമേരിക്കൻ ഉൽപ്പന്നമായ ഹാർലി ഡേവിഡ്സൺ ബൈക്കൊക്കെ ഇറക്കുമതി ചെയ്യുമ്പോൾ ഇന്ത്യ 150% നികുതി ചുമത്തിയിരുന്നത് അമേരിക്കയെ പ്രീണിപ്പിക്കാനായി, ട്രംപിനെ ഒന്ന് തണുപ്പിച്ചെടുക്കാനായി 50%-ആയി കുറച്ചു. 150-ൽ നിന്നും 50-ലേക്ക് എന്ന് പറയുന്നത് വലിയൊരു കുറവാണ്. ഒരുപക്ഷെ അത് 0 ടാരിഫ് ആക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം, പക്ഷേ 50%. അങ്ങനെയെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള യന്ത്ര കയറ്റുമതിക്കും 50% ഇറക്കുമതി തീരുവ അമേരിക്കയ്ക്ക് ചുമത്താമല്ലോ, റെസിപ്രോക്കൽ ആണെങ്കിൽ. അതുപോലെ ഇവിടേക്ക് അമേരിക്ക വലിയ തോതിലുള്ള വൈൻ അല്ലെങ്കിൽ മദ്യം ഇറക്കുമതി ചെയ്യുന്നു. അമേരിക്കൻ മുന്തിയ വൈനുകളാണ്, മദ്യങ്ങളും വൈനുമൊക്കെയാണ്. അപ്പോൾ അതിന് ഇന്ത്യ വലിയ തീരുവയാണ് ചുമത്തുന്നത്. ഈ കാര്യങ്ങളൊക്കെ ട്രംപ് എല്ലാ കാര്യങ്ങളും എണ്ണി പറഞ്ഞിട്ടില്ല. വ്യക്തമായി എണ്ണി പറഞ്ഞത് ഈ 2-3 കാര്യങ്ങളാണ്.
അതേസമയം ഇന്ത്യയിലെ ഓട്ടോമൊബൈൽ കമ്പോണന്റുകൾ ഭാരത് ഫോർജ് പോലെയുള്ള ഘടക നിർമ്മാണ കമ്പനികൾ വലിയ തോതിലാണ് കയറ്റുമതി ചെയ്യുന്നത്. അത് മാത്രമല്ല ടാറ്റ ജഗ്വാർ ഒക്കെ ഇടപാടുകളുണ്ട്. ഈ കമ്പനിയൊക്കെ ലാൻഡ് റോവർ കമ്പനിയൊക്കെ കയറ്റുമതി ചെയ്യുന്നത് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ നല്ല മാർക്കറ്റാണ് അവിടേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ അമേരിക്കൻ കാറുകൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അതേ തീരുവ ചുമത്താനാണെങ്കിൽ ടാറ്റയുടെ കയറ്റുമതി വളരെ വളരെ ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് ട്രംപിൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് പരമാവധി സമ്മർദ്ദപ്പെടുത്തി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സമ്മർദ്ദപ്പെടുത്തി ഈ ഏപ്രിൽ 2 മുൻപ് തീർച്ചയായും വേണ്ട രീതിയിൽ അവർ ടാരിഫ് ക്രമീകരിക്കും. എന്നാൽ ഇന്ത്യക്ക് പൂർണ്ണമായി അത് ക്രമീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു വാണിജ്യ മന്ത്രാലയ തല ചർച്ചകൾ ഡൽഹിയിൽ വെച്ച് നടന്നു. അമേരിക്കൻ പ്രതിനിധി സംഘം, വ്യാപാര വാണിജ്യ പ്രതിനിധി സംഘം ഇന്ത്യയിലെത്തുകയും കഴിഞ്ഞ 5 ദിവസങ്ങൾ കൂലങ്കഷമായ ചർച്ചകൾ നടത്തുകയും ചെയ്തു. പക്ഷെ അതിൽ ചില ധാരണകൾ ഉരുത്തിരിഞ്ഞു വന്നു. എങ്കിലും നാളെ മുതൽ ടാരിഫുകളെല്ലാം പറഞ്ഞതുപോലെ തന്നെ നിലവിൽ വരും എന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. നമുക്കത് ആകാംക്ഷയോടുകൂടി തന്നെയാണ് കാണുന്നത്. ഓഹരി വിപണി കഴിഞ്ഞ ഒരാഴ്ചയായി കുറച്ച് ഉണർവിൻ്റെ പാതയിലായിരുന്നു. പക്ഷേ ഏറ്റവും വൈകി കിട്ടുന്ന വിവരമനുസരിച്ച് തിങ്കളാഴ്ച തുറന്ന ഓഹരി വിപണി കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് വീണ്ടും കാണുന്നത്. അതുകൊണ്ട് ട്രംപിനെ പേടി എന്ന് പറയുന്നത് വിപണിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബാധ്യത തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ കാര്യം ഇപ്പോഴും അസന്നിഗ്ധമായി പറയാൻ ആവില്ല. അതാണ് ഇപ്പം എങ്ങനെയും ബാധിക്കാം. കാരണം ഒരു ഇൻഡിപെൻഡന്റ് എസ്റ്റിമേറ്റ് അനുസരിച്ച് ഇത് ട്രംപ് പറയുന്നത് പോലെ നടക്കുകയാണെങ്കിൽ ഒരുപക്ഷെ $7 ബില്യൺ, 7 ബില്യൺ ഡോളറിൻ്റെ വ്യാപാര നഷ്ടം ഉണ്ടായേക്കാം. അതിനുള്ള കാരണം ഇന്ത്യയുടെ കയറ്റുമതി അനാകർഷകമായി മാറും. അപ്പോൾ കയറ്റുമതിക്കാർ മടിക്കും. അത് മാത്രമല്ല അമേരിക്കയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നവർ വലിയ തുക കൊടുക്കേണ്ടി വന്നാൽ ആ ഇറക്കുമതി വേണ്ട എന്നവർ വെക്കും. അവിടെ തന്നെ ആഭ്യന്തരമായി ഉത്പാദിപ്പിക്കാനോ മറ്റെവിടുന്നെങ്കിലും സോഴ്സ് ചെയ്യാനോ അമേരിക്കൻ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ അമേരിക്കൻ കമ്പനികൾ, ഇറക്കുന്ന കമ്പനികൾ നിർബന്ധിതരാകും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായി നടത്തേണ്ട രാഷ്ട്രീയമായ കാര്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും, മോദി ട്രംപ് ഫ്രണ്ട്ഷിപ്പോ മറ്റു കാര്യങ്ങളോ അതൊക്കെ ഒരു വശത്ത് നിൽക്കും. പക്ഷേ നമുക്ക് ബിസിനസ് കാര്യം തന്നെയാണ്. ഇന്ത്യയുടെ ജനങ്ങൾക്ക് പട്ടിണി ഉണ്ടാവരുത്. ഇന്ത്യയുടെ ജനങ്ങളുടെ ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഇന്ത്യയുടെ ഭരണകൂടത്തിൻ്റെ തീർച്ചയായും ഒരു നയം തന്നെയാണ്. കെയർഫുള്ളായി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇന്ത്യയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇനി മറ്റു രാജ്യങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്? കാനഡ വളരെ ധൈര്യപൂർവ്വം കൈകാര്യം ചെയ്യുന്നു. കാനഡയുടെ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി കർശനമായി പറഞ്ഞു, നിങ്ങൾ ഇമ്പോസ് നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾ കയറ്റുമതി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, അതിന് നിങ്ങൾ കഠിനമായി ഇറക്കുമതി തീരുവ ചുമത്തുകയാണെങ്കിൽ നിങ്ങളുടെ വൈനും പഴച്ചാറുകളും മറ്റുൽപ്പന്നങ്ങളും ഇലക്ട്രോണിക് ഗുഡ്സും എല്ലാം ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുമ്പോൾ അത് തന്നെ ഞങ്ങളും ചെയ്യും. പക്ഷേ കാനഡയുടെ കയറ്റുമതിയുടെ സിംഹഭാഗവും അമേരിക്കയിലേക്കായതുകൊണ്ട് കാനഡയ്ക്ക് വീമ്പ് പറയാമെന്നല്ലാതെ വലിയ ബുദ്ധിമുട്ടാണ്. കാനഡയിൽ നിന്നും എനർജി അമേരിക്ക ഇറക്കുമതി ചെയ്യുന്നുണ്ട്. എനർജി എന്ന് പറയുമ്പോൾ വിദ്യുത് ശക്തി, ഓയിലല്ല. ഓയിൽ അമേരിക്കയ്ക്കുണ്ട്. വലിയ തോതിൽ പ്രോസസ്ഡ് ആയിട്ടുള്ള എനർജി, അത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സിലും മറ്റ് തെർമൽ പ്രോജക്ട്സിലും ഒക്കെ കാനഡയ്ക്കുണ്ട്. അവിടെ നിന്നും അമേരിക്കയുടെ വടക്കൻ സംസ്ഥാനങ്ങൾക്ക് ആവശ്യമുള്ള വൈദ്യുതി ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതിൽ കർശനമായ നികുതി വരികയാണെങ്കിൽ അമേരിക്കയ്ക്ക് വലിയൊരു ഭീമമായ ബാധ്യത ഉണ്ടാകും. കാരണം അമേരിക്കയിൽ വൈദ്യുതി ചെലവുകൾ, മാനുഫാക്ചറിങ് ചെലവെല്ലാം കൂടാനുള്ള സാധ്യതയാണുള്ളത്. അത് കാനഡയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കാനഡയും അമേരിക്കയും തമ്മിലുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ഒരു കണക്ഷൻ ഉണ്ട്. തൊട്ടടുത്ത രാജ്യമാണ്. അല്ലാതെ വെളിയിൽ നിന്ന് സോഴ്സ് ചെയ്യുന്നതിനേക്കാൾ ലാഭകരമായി കാനഡയിൽ നിന്നും അമേരിക്കയ്ക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുകയോ വിൽക്കുകയോ ചെയ്യാൻ സാധിക്കും. അതുപോലെയാണ് മെക്സിക്കോ. തൊട്ടടുത്തുള്ള രാജ്യമാണ് മെക്സിക്കോ. മെക്സിക്കോയിൽ മാനുഫാക്ചർ ചെയ്യുന്ന യന്ത്രഭാഗങ്ങൾ ഉപയോഗിച്ചാണ് അമേരിക്കയിലെ പല ഇൻഡസ്ട്രികളും, കാർ ഇൻഡസ്ട്രി ഉൾപ്പെടെ, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഉൾപ്പെടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ മെക്സിക്കോയ്ക്ക് കഠിനമായ നികുതി 25% അക്രോസ് ദ ഫ്രോണ്ടിയർ ടാരിഫ് ചുമത്തുകയാണെങ്കിൽ മെക്സിക്കോയുമായും ഉള്ള ബന്ധം വളരെ മോശമാകും. ബന്ധം മോശമാകുന്ന പോകട്ടെ, അമേരിക്കയ്ക്ക് ഉള്ളിൽ തന്നെ കടുത്ത ഒരു വിലക്കയറ്റം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അമേരിക്ക ഉദ്ദേശിക്കുന്നത് അമേരിക്കൻ വ്യവസായികൾ അമേരിക്കയിൽ ഉൽപ്പാദനം നടത്താതെ ലാഭകരമായ ലേബർ ഉപയോഗിക്കാനായി മെക്സിക്കോയിൽ പോയി അല്ലെങ്കിൽ ചൈനയിൽ പോയി കച്ചവടം നടത്തുന്നു, മാനുഫാക്ചറിങ് നടത്തുന്നു. അതൊഴിവാക്കി മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, ഇൻവെസ്റ്റ് ഇൻ അമേരിക്ക. നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് പോലെ മേക്ക് ഇൻ അമേരിക്ക, അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ട്രംപ് ചെയ്യുന്നത് വെളുക്കാൻ തേക്കുന്നത് പാണ്ടാകുമോ, പ്രത്യേകിച്ച് മെക്സിക്കോ, കാനഡ, നമുക്കത് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഇനി മറ്റൊരു രസകരമായ ഒരു വസ്തുത യൂറോപ്പുമായിട്ടുള്ള വ്യാപാരമാണ്. യൂറോപ്പുമായിട്ടുള്ള വ്യാപാരം യഥാർത്ഥത്തിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചാലഞ്ച് തന്നെയാണ്. യൂറോപ്പ് ഒരു വലിയ പ്രഹേളികയാണ്. ഉക്രൈൻ റഷ്യ യുദ്ധം അവിടെ നടക്കുന്നു. യൂറോപ്പിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് അമേരിക്കയുടെ കൂടെ താല്പര്യമാണ്. ട്രഡീഷണലി
ഇപ്പോൾ ഏതാണ്ട് അമേരിക്ക വ്യാപാരമാണ് തലയ്ക്ക് പിടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പുട്ടിനെ കുറച്ചു കാലം വാഴ്ത്തി, ഇപ്പോൾ പുട്ടിനെ ചെറുതായി തള്ളിപ്പറയുന്നു. അങ്ങോട്ട് ഒന്ന് പൊക്കുക, ഒന്ന് താക്കുക. ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്തൊരു നയം. പുട്ടിനെതിരെ പോലും അമേരിക്കയുടെ നയത്തിന് ഒരു കൺസിസ്റ്റൻസി ഇല്ല, അല്ലെ ട്രംപിന്റെ നയത്തിനൊരു കൺസിസ്റ്റൻസി ഇല്ല. ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്. അപ്പം നമുക്ക് വിലയിരുത്തുമ്പോൾ പോലും ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ വരുന്നത്. കഴിഞ്ഞ ദിവസം അങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെയല്ല ട്രംപ് പറഞ്ഞത്. അതുകൊണ്ടാണ് ട്രംപ് മാറ്റി പറയുമ്പോൾ അതിനെ പുതിയ രൂപത്തിൽ വിലയിരുത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് യൂറോപ്പ് അമേരിക്ക ബന്ധങ്ങൾ വ്യാപാര യുദ്ധത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനം ആത്യന്തികമായി ലഭിക്കുന്നത് അവസാനം റഷ്യക്കായിരിക്കും. കാരണം റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി എല്ലാം കുറച്ചുകൊണ്ടുവന്ന് ഓയിൽ, അമേരിക്കയെ വിശ്വസിച്ച് റഷ്യയിൽ നിന്നുള്ള ഊർജ്ജ ഉപാധികൾ ഉൾപ്പെടെ ഓയിൽ, ക്രൂഡ് ഇറക്കുമതി ഉൾപ്പെടെ കുറച്ചുകൊണ്ടുവന്ന് യൂറോപ്പ് രണ്ടുകാൽ നിൽക്കാൻ പാടുപെടുകയാണ്. യൂറോപ്യൻ യൂണിയൻ. അവിടെ അമേരിക്ക കൂടി വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർ വേറെ പണി നോക്കി പോകും. യൂറോപ്യൻസ് ചൈനയുമായും ജപ്പാനുമായും റഷ്യയുമായും ഇന്ത്യയുമായും കൂടുതൽ സഹകരിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. അത് ട്രംപിന് നഷ്ടക്കച്ചവടമായിരിക്കാനാണ് സാധ്യത. യൂറോപ്പിനെ വെറുതെ പിണക്കുന്നത്. ഇനി മറ്റൊരു ഇതിനേക്കാൾ രസകരമായ കാര്യം, ചൈനയും ജപ്പാനും തെക്കൻ കൊറിയയും, ഇതാണ് ഏഷ്യയിലെ വൻ സാമ്പത്തിക ശക്തികളാണ്. ഇന്ത്യയേക്കാൾ വലിയ സാമ്പത്തിക ശക്തിയാണല്ലോ ചൈന. അതുപോലെ പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ കാര്യത്തിൽ വളരെ ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങളാണ് ജപ്പാനും ദക്ഷിണ കൊറിയയും. വലിയ വ്യവസായ സാമ്രാജ്യങ്ങളാണ്. ഇവരെല്ലാം ചേർന്ന് അമേരിക്കൻ ടാരിഫിനെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ച് കർശനമായ ഉപാധികൾ അമേരിക്ക വെക്കുകയാണെങ്കിൽ ഒരുമിച്ച് നിന്ന് നേരിടാമെന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ധാരണയായി കഴിഞ്ഞു. നോക്കൂ, രാഷ്ട്രീയമായി വിരുദ്ധ ധ്രുവങ്ങൾ നിൽക്കുകയാണ്. ജപ്പാനും കൊറിയയും ചൈനയിൽ നിന്നുള്ള വലിയ തോതിലുള്ള ആക്രമണം പ്രതീക്ഷിക്കുന്നു. സൈനികമായ ആക്രമണമോ കടന്നുകയറ്റമോ പ്രത്യയശാസ്ത്രപരമായ ആക്രമണം ഒക്കെ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ടാണ് ക്വാഡിൽ ജപ്പാൻ ഉൾപ്പെടെ മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നത്. അമേരിക്ക ജപ്പാനെ സഹായിച്ചു നിർത്തുകയാണ്. ചൈനയ്ക്കെതിരെ പ്രതിരോധം എന്ന നിലയിൽ അമേരിക്ക ഉപയോഗിക്കുന്ന ഒരു വശത്ത് രാഷ്ട്രീയമായി സൈനികമായി, മറുവശത്തെ അമേരിക്കയുടെ വ്യാപാര യുദ്ധത്തിൽ ജപ്പാന്റെയും ദക്ഷിണ കൊറിയയുടെയും നടുപൊടിയുകയാണെങ്കിൽ ചൈനയുമായി എന്തുകൊണ്ട് ചേർന്ന് നിന്നുകൂടാ? രാഷ്ട്രീയമായിട്ടല്ല, മറിച്ച് വ്യാപാര ബന്ധമെങ്കിലും മെച്ചപ്പെടുത്തിക്കൂടാ? ഇങ്ങനെ ഒരു ചിന്ത ഈ രാജ്യങ്ങൾക്ക് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അമേരിക്ക കരുതിയിരിക്കേണ്ടതുണ്ട്. മധ്യപൗരസ്യ പ്രദേശത്തെ പല രാജ്യങ്ങളെയും ആശങ്കയുടെ മുൾമുനയിൽ ആക്കിയിരിക്കുന്നു. അങ്ങനെ ഇസ്രയേലിനോടുള്ള സൗഹൃദം മാത്രം വെച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാനാവുക? അതുകൊണ്ട് ഒരു കർട്ടൻ റൈസർ എന്ന നിലയിൽ ഏപ്രിൽ 2, 2025 അമേരിക്കയ്ക്ക് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത് എന്നതിൻ്റെ ഒരു തിരശ്ശീല നീക്കൽ എന്ന നിലയിൽ മാത്രം ഈ വീഡിയോയെ കാണുക. അമേരിക്കയെ കാത്തിരിക്കുന്നത് സമ്മർദ്ദങ്ങളായിരിക്കുമെന്നാണ് എൻ്റെ ഒരു ചിന്ത, ആത്യന്തികമായ ചിന്ത. തൽക്കാലം വ്യാപാര യുദ്ധം ട്രംപ് ഉദ്ദേശിക്കുന്ന രീതിയിൽ അമേരിക്ക ജയിക്കുന്നുവെന്ന തോന്നലുണ്ടാക്കാമെങ്കിലും ആത്യന്തികമായി തീവ്രമായ വിലക്കയറ്റവും അല്ലെങ്കിൽ അമേരിക്കൻ ഇക്കോണമിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്നതിലേക്കും അമേരിക്കയുടെ GDP കുറയുന്നതിലേക്കും ഉൽപ്പാദനം മന്ദീഭവിക്കുന്നതിലേക്കും ഒക്കെ എത്തി നിൽക്കാൻ സാധ്യതയുള്ളതാണ്. പക്ഷേ ഒരു പരീക്ഷണം എന്ന നിലയിൽ ഒരുപക്ഷെ ഏപ്രിൽ 2 സംഭവിച്ചിരിക്കും. ആ പരീക്ഷണം വിജയിക്കുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.